നമസ്കാരം. ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. പ്രധാനമായും കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വയറിളക്കം. വയറിളക്കം വരുമ്പോൾ അതിനൊപ്പം നിർജ്ജലീകരണം ഉൾപ്പെടെ മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ വയറിളക്കവും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ വിനോദ് പോൾ നമ്മളൊപ്പം ചേരുകയാണ്. സ്വാഗതം ഡോക്ടർ ക്യൂയിലേക്ക്. നമസ്കാരം ഡോക്ടർ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികളിലാണ് കൂടുതലായിട്ടും ഈ പറയുന്ന വയറിളക്കം പ്രശ്നം കൂടുതൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ പറയുന്ന വയറിളക്കത്തിന്റെ കാരണങ്ങൾ? ഡയറിയ അല്ലെങ്കിൽ വയറിളക്കം എന്ന് പറയുന്നത് അണ്ടർ 5 മോർട്ടാലിറ്റിയിൽ, അതായത് ഇന്ത്യയിൽ 5 വയസ്സിന് താഴെ ഉള്ള പിള്ളേർ മരിക്കുന്നതിന്റെ ഒരു വലിയൊരു കാരണമാണ്. അപ്രോക്സിമേറ്റ്ലി 13% അണ്ടർ 5 പിള്ളേർ മരിക്കുന്നതിന് ഒരു കാരണമാണ് ഈ ഡയറിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് വെച്ചാൽ കൂടുതലും ഇൻഫെക്ഷ്യസ് ആണ്. 60-70% ഓഫ് ഓൾ ദ ഡയറിയാസ് ഇൻഫെക്ഷ്യസ് ആണ്. ആൻഡ് ഈ ഡയറിയ നമ്മൾ ശുചിത്വം പാലിക്കാതെയും അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കൈ കഴുകിയിട്ടുള്ള കൈകൾ വെച്ച് കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ ഡേർട്ടി ആയിട്ടുള്ള ഹാൻഡ്സ് ആണ്, അല്ലെങ്കിൽ നെയിൽസിന്റെ അടിയിലുള്ള ആ ഇൻഫെക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ഡയറിയ. അല്ലെങ്കിൽ വൃത്തിയുള്ള പാത്രങ്ങൾ, അല്ലെങ്കിൽ വെള്ളം നല്ല വെള്ളത്തിന്റെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളം, ഈ കൊളൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലുള്ള വെള്ളമൊക്കെ കുടിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഭക്ഷണം പാകം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഇൻഫെക്ഷനാണ് ഫീക്കോ ഓറൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്നാണ് പറയുക നമ്മൾ. അതായത് വായയിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാരണം ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അങ്ങനെ ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ വയറിളക്കവും ഛർദിയുമായി ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം കുറഞ്ഞു പോയി അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഡീഹൈഡ്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഈ ഒരു ഡീഹൈഡ്രേഷൻ സിവിയർ ആയി അങ്ങനെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ മോർട്ടാലിറ്റി അടക്കം സംഭവിക്കാം. അതാണ് നമ്മൾ തേർഡ് ലാർജസ്റ്റ് കോസ് ഓഫ് മോർട്ടാലിറ്റി ഇൻ അണ്ടർ 5 ചിൽഡ്രൻ എന്ന് പറയുന്നത് ഡയറിയനെ. അതോടൊപ്പം ഡോക്ടർ, ഈ പറയുന്ന കുട്ടികളിൽ ഈ വയറിളക്കം പൊതുവെ കണ്ടുവരാറുള്ളത് തന്നെയാണ്. പക്ഷേ എത്ര തവണ ഈ കൂടുതലായിട്ട് പോകുമ്പോഴാണ് നമുക്കിതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ രോഗമാണ് എന്ന് നമ്മൾ വിധി എഴുതേണ്ടത്? അതായത് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു നമ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല. സാധാരണയെക്കാളും കൂടുതൽ ഫ്രീക്വൻസിയിൽ ഡയറിയ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ കൺസിസ്റ്റൻസിയെക്കാളും ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി സ്റ്റൂളിന് ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മൾ ഡയറിയ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി ഡീഹൈഡ്രേഷൻ, അത് ഡയറിയ കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന്റെ സൂചികകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് സങ്കൺ ഐസ്, അതായത് കണ്ണിങ്ങനെ കുഴിഞ്ഞു പോവുക, വായ വരണ്ടിരിക്കുക, ഈ നെറുകയിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന അപ് ടു 1.5 years നെറുകയിൽ ഓപ്പൺ ആയിട്ട് ആന്റീരിയർ ഫോണ്ടനയിൽ ഓപ്പൺ ആയിട്ടിരിക്കും, അത് സങ്കൺ ആയിട്ടിരിക്കുക, കുഴിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്നത് കുട്ടികൾ കുറയുക. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ശരിക്കും ഡയറിയയുടെ ഡീഹൈഡ്രേഷന്റെ സൈൻസ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ സമീപിക്കുകയും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ആവശ്യമുള്ള ഫ്ലൂയിഡ്സും റീഹൈഡ്രേഷനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ പറയുന്ന നവജാത ശിശുക്കളിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ ഒരു ദിവസം 10-15 തവണ ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്റ്റൂള് അല്ലെങ്കിൽ ലൂസ് സ്റ്റൂള് കണ്ടാൽ മാത്രമാണോ പ്രശ്നമാകുന്നത്, അതോ നവജാത ശിശുക്കളിൽ പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? നവജാത ശിശുക്കൾക്ക് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അപ് ടു 6 months എന്നാണ് നമ്മൾ സാധാരണ പറയുക. അതായത് മുലപ്പാലല്ലാതെ വേറെ ഒന്നും, വെള്ളം പോലും നമ്മൾ വേറെ കൊടുക്കാറില്ല. എല്ലാം വെള്ളത്തിന്റെ അംശം അടക്കം മുലപ്പാലിലുണ്ട് എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ വളരെ ക്ലീൻ ആയിട്ട് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫെഡ് ആയിട്ടുള്ള, നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക്, 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും സാധാരണ രീതിയിൽ അങ്ങനെ കാണാറില്ല. വളരെ റെയർ ആയിട്ടുള്ള ചില എൻറ്റിറ്റീസ് ഉണ്ട്, ലൈക്ക് കൺജനൈറ്റൽ ലാക്ടോസ് ഇൻടോളറൻസ് എന്നൊക്കെ പറഞ്ഞത്. അതായത് ഈ പാലിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എൻസൈമാണ് ഈ ലാക്ടേസ് എന്ന് പറഞ്ഞൊരു എൻസൈം. ആ എൻസൈമിന്റെ ഇല്ലായ്മ കാരണം ചിലപ്പോ വളരെ റെയർ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോ അങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ വേറെ ഫോർമുലാസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. നവജാത ശിശുക്കൾക്ക് ഇതല്ലാതെ ഇങ്ങനെ ഡയറിയ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാതെ ഫോർമുല പ്രിപ്പറേഷൻ ഒക്കെ അവര് ചെയ്യുന്ന സമയത്ത് ആ യൂസ് ചെയ്യുന്ന വെള്ളം
അത് അത്രയും നല്ല സാനിറ്റേഷനിലൊക്കെ അവിടെ പ്രശ്നങ്ങൾ വരികയും അതുപോലെ തന്നെ വെള്ളത്തിന്റെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും തിളപ്പിക്കാത്ത വെള്ളത്തിലൊക്കെ അവര് ഈ ഫോർമുല ഉണ്ടാക്കുകയും അതുപോലെ ഇത് കൊടുക്കുന്നത് ബോട്ടിലിൽ കൊടുക്കും. അപ്പൊ ഈ ബോട്ടിൽ കൊടുക്കുന്ന സമയത്ത് അതിന്റെ നിപ്പിളിലും അതുപോലെ തന്നെ ആ ബോട്ടിൽ ശരിക്കും കറക്റ്റ് ആയിട്ട് കഴുകുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള ഇൻഫെക്ഷൻസ് ഡെഫിനറ്റ് ആയിട്ട് കുട്ടികൾക്ക് അതങ്ങനെ പോയി. ഇങ്ങനെ നമ്മൾ ഒരുപാട് നവജാത ശിശുക്കൾക്കും അതുപോലെ തന്നെ ലെസ് ദാൻ 6 months ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ഡയറിയാസ് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അപ് ടു 6 months. 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡ്സ് അല്ലാതെ വേറെ ഒന്നും കൊച്ചിന് കൊടുക്കരുതെന്ന് സാധാരണ പറയാറ്. ഈ സാധാരണ രീതിയിൽ ഈ പറയുന്ന വയറിളക്കം നമുക്കൊരു മരുന്ന് കൊടുത്ത് മാറ്റേണ്ട ആവശ്യകതയുണ്ടോ, അതോ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മരുന്നില്ലാതെ തന്നെ പൂർണ്ണമായിട്ടും കുട്ടികളിൽ മാറ്റാൻ സാധിക്കാറുണ്ടോ? വയറിളക്കത്തിന് മരുന്ന് എന്ന് പറഞ്ഞപ്പോ ഈ വയറിളക്കം പിടിച്ചു നിർത്താനായിട്ടുള്ള മരുന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് വയറിളക്കം പിടിച്ചു നിർത്തുകയല്ല ചെയ്യുക. ആ വയറിളക്കം കോസ് ചെയ്യുന്ന എന്താണോ, സപ്പോസിങ് ആ വയറിളക്കം കോസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയ ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഹിസ്റ്ററി കേൾക്കുമ്പോൾ പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ സ്റ്റൂൾ, മലത്തിലെ രക്തം കാണുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള അപ്പിയറൻസ് ഒക്കെ ഉള്ള സമയത്ത് ഭയങ്കര ഹൈ സ്പൈക്കിംഗ് ഫീവേഴ്സ് വിത്ത് ടോക്സിക് അപ്പിയറൻസ്, ബ്ലഡ് ഇൻ സ്റ്റൂൾസ്, അങ്ങനെയൊക്കെ നമുക്ക് ബാക്ടീരിയ ആണ് ഡയറിയയുടെ കോസ് എങ്കിൽ നമ്മളപ്പോൾ ആന്റിബയോട്ടിക്സ് കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെ കൊച്ചിന് ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇഷ്ടംപോലെ വെള്ളം, ഹോം ബേസ്ഡ് ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ ഏകദേശം എല്ലാ ലൂസ് സ്റ്റൂളിന് ശേഷവും ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആ വെള്ളം നമ്മൾ കൊടുക്കുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ. ഇതാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അതല്ലാണ്ട് ഈ ഡയറിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ രീതിയിലും, പിന്നെ സിങ്കിന്റെ സപ്ലിമെന്റ്സ്. ഈ സിങ്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിനറലാണ്. അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മുടെ ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയം എന്ന് പറയും. ഈ നമ്മുടെ കുടലിലെ ആ എപ്പിത്തീലിയത്തിന്റെ അകത്തുള്ള ആവശ്യമുള്ള എൻസൈംസിനെ ഒക്കെ അത് റീജനറേറ്റ് ചെയ്യും. അവിടുത്തെ ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയം എന്ന് പറയും, സ്കിൻ, ഇൻഡസ്റ്റൈനിന്റെ ആ കുടലിന്റെ ആ ഒരു മ്യൂക്കോസൽ എൻവയൺമെന്റ്, അതൊക്കെ അത് റീജനറേറ്റ് ചെയ്ത് ചെയ്യും. ഇനി ഫ്യൂച്ചറിൽ അടുത്ത ഡയറിയാസ് വരാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും, ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ സിങ്ക് പ്രൊവൈഡ് ചെയ്യും. ORS അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ഫ്ലൂയിഡ്സ് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ പ്രോബയോട്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡയറിയ കോസ് ചെയ്യുന്ന ഈ ഡയറിയ വരുന്ന സമയത്ത് നമ്മുടെ വയറ്റിൽ ആവശ്യമായിട്ടുള്ള കുറെ ബാക്ടീരിയയും ഫംഗയും ഈസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വാഷ്ഡ് ഔട്ട് ആയി പോകും ഡയറിയ വരുന്ന സമയത്ത്. ഈ പറയുന്ന ഈ ആവശ്യമുള്ള സാധനങ്ങൾ പോവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് പോയാൽ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, ലാക്ടോബാസിലസ്, സെക്കറോമൈസിസ്, ഇങ്ങനത്തെ ചില ബാക്ടീരിയാസ് നമ്മൾ അതാണ് സ്പോറോലാക് എന്നൊക്കെ പറഞ്ഞ ചില ടാബ്ലറ്റുകൾ അഡൽട്ട് ഫോംസിൽ കിട്ടും. നമ്മൾ പിള്ളേർക്ക് എൻട്രോജർമൈന എന്നൊക്കെ പറഞ്ഞ്, ഇത് ബേസിക്കലി ഈ പറയുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബോഡിക്കകത്ത് നല്ല ഡൈജഷന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ ആൻഡ് ഫംഗൈ ഒക്കെയാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഒരു ഡയറിക്ക് കൊടുക്കുക. അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ അവർക്ക് എത്ര അളവ്, അതുപോലെ തന്നെ ORS അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ഫ്ലൂയിഡ്സ് കൊടുക്കുക, സിങ്ക് അതിന്റെ സപ്ലിമെന്റേഷൻ അപ്രോക്സിമേറ്റ്ലി 1 വയസ്സിന് മീതെയാണെങ്കിൽ 20 mg, 1 വയസ്സിന് താഴെയുള്ള പിള്ളേരാണെങ്കിൽ 10 mg, പിന്നെ ഈ പറയുന്ന പ്രോബയോട്ടിക്സ്. ഈ 3 ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ യൂഷ്വലി കൊടുക്കുക. ഡയറിയ ബാക്ടീരിയൽ ആണ് അല്ലെങ്കിൽ ബാക്ടീരിയ ആണ് ഡയറിയ കോസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിന് ആന്റിബയോട്ടിക് കൊടുക്കാം. ഇതായിരിക്കണം നമ്മുടെ ട്രീറ്റ്മെന്റ്. അല്ലാണ്ട് ശരി ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്കൊരു കോള് ഉണ്ട്. ഷാജി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാനുണ്ട്. ഹലോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഡോക്ടർ, ഞാൻ ഷാജിയാണേ. പിന്നെ വേങ്ങരന്ന് വിളിക്കാണ്. പിന്നെ കുട്ടി 2 ദിവസമായി അപ്പിയിടല്. ഹലോ ഷാജി, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഒന്ന് സംസാരിക്കോ, ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് സംസാരിക്കട്ടോ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. 2 ദിവസമായിട്ട് അപ്പിയിടാറില്ല.
അപ്പോ അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. അപ്പൊ പിന്നെ ഇത് ഇടക്കൊരു പനിയുണ്ട്. ഇടക്കൊരു പനിയുണ്ട്. ഓക്കെ. അപ്പൊ അതെന്താ അങ്ങനെ വരുന്നത്? ദിവസം ഡെയിലി അപ്പിയിട്ട് പോകണ്ടല്ലേ? ഒരു 28 ദിവസമായി പ്രസവിച്ചിട്ട്. ഓക്കെ. ഒന്നാമത് ഈ നവജാത ശിശുക്കൾക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ പോലത്തെ ഒരു ഇതൊന്നും ഇല്ല. ഇപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അപ്പി പോയില്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വേറെ ഇപ്പൊ വയറ് വീർത്ത് വരികയോ അല്ലെങ്കിൽ ഛർദിയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതിന്റെ കൂടെ? ഇല്ല, ഛർദിയൊന്നുമില്ല. ഛർദിയില്ല. ഇടക്ക് പാല് വായലിന് ഇടക്ക് ചിലപ്പോ ഛർദിക്കാറുണ്ട് പാല് തന്നെ ചിലപ്പോൾ. അല്ല, അത് സാധാരണ കുട്ടികൾ കത്തുന്ന പോലത്തെ ഉള്ള അതൊന്നും പ്രശ്നമല്ല. ഞാൻ പറയുന്നത് അല്ലാതെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ മലം പോവാതെ വയറൊക്കെ ഇത്തിരി ഡിസ്റ്റൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ വീർത്ത് ഛർദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അതിന്റെ യാതൊരു ഫീച്ചേഴ്സും കാണുന്നില്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 2-3 ദിവസത്തിലൊക്കെ ഒരിക്കലായിരിക്കും ചില പിള്ളേർ പോവുക, അത് ഈ ഒരു പ്രായത്തില്. അപ്പൊ അതിനെ കുറിച്ച് പേടിക്കേണ്ട. കുറച്ച് കൂടുതൽ ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം പോയെന്ന് കരുതിയും കുഴപ്പമൊന്നുമില്ല. കുട്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കുട്ടി ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ വേറൊരു കാര്യം, തൈറോയിഡ്. ചില സമയത്ത് തൈറോയിഡ് ഹോർമോണിന്റെ ഡെഫിഷ്യൻസിയിൽ ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഒരു വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു സൈൻ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോ ഇങ്ങനെ ഒരുപാട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്ന് കാണുന്ന പിള്ളേർക്ക് നമ്മൾ ഒരു തൈറോയിഡ് ഹോർമോണിന്റെ അസസ്മെന്റ് TSH, FT3, FT4 എന്ന് പറഞ്ഞ് അത് നമ്മൾ ചെയ്യാറുണ്ട്. അത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അത്രയും വറിയിങ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോവാതിരിക്കുന്ന ഒരു ഇതുണ്ടെങ്കിൽ. എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അമ്മയുടെ മുലപ്പാല് മാത്രം കൊടുക്കുക. അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. പിന്നെ വെയിറ്റ് കൂടുന്നുണ്ട്, വെയിറ്റ് ഗെയിൻ, അതായത് പിള്ളേർക്ക് ആ ഒരു സമയത്ത് അപ്രോക്സിമേറ്റ്ലി എല്ലാ ദിവസവും ഒരു 40-50 ഗ്രാം വെച്ച് കൂടണം. ഇതൊക്കെ കൂടുന്നുണ്ടെന്ന് ഉറപ്പും വരുത്തുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഈ 2 ദിവസമായിട്ട് പോകുന്നില്ല എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് വേറെ അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ശരി ഡോക്ടർ, ഇതീ പറയുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളൊരു പ്രശ്നമാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു 2 ദിവസത്തേക്ക് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വയറ് വീർത്തിരിക്കുന്ന കണ്ടാൽ ഒരുപാട് നേരം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ, അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ബോധർ ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണോ? അല്ല, ചില കേസുകൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർജിക്കൽ എമർജൻസീസ് ആണ്. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ അറ്റൻഷനിലേക്ക് കൊണ്ടുവരേണ്ടതും അതുപോലെ ഇന്റർവീൻ ചെയ്യേണ്ട കേസുകളാണ്. അപ്പൊ അത് അങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബേസിക്കലി നോർമലി എങ്ങനെയാണോ അതിനേക്കാട്ടിലും കൂടുതലായിട്ട് കൊച്ചിന്റെ വയറ് ഭയങ്കരമായിട്ട് വീർക്കുക, ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവും. അപ്പൊ കൊച്ചു ഭയങ്കരമായിട്ട് കരച്ചിലുണ്ടാവും. ഛർദിക്കുന്നത് ഈ ബില്ലിയസ് എന്ന് പറയും, അതായത് പച്ച കളർ ബൈല് ആയിട്ട് ഇങ്ങനെ ഛർദിക്കുക, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കൂടുതലും ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഫീച്ചറിൽ ഉണ്ടാകുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് ഒരു ഇഷ്യൂ തന്നെയാണ്. അല്ലാതെ ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ വീനിങ് ചെയ്യുന്ന സമയത്ത് 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റ് ഭക്ഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഇൻഡസെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. ഈ കുടലിന്റെ 2 ഭാഗങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിസ്കോപ്പ് ചെയ്ത് നിൽക്കാം. അപ്പൊ അവിടെയും അതും ചെറിയൊരു ഇഷ്യൂ ആണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിലും ഇതുപോലെ തന്നെ വളരെ കുറച്ച് പോവുക, അതിൻ്റെ അകത്ത് കഫം, രക്തം ഉണ്ടാവുക, അതുപോലെ തന്നെ ഛർദിക്കുക, കൊച്ചിന് ഭയങ്കര വേദന എടുത്ത് ഒരുപാട് അമിതമായി കരയുക, അവിടെയൊക്കെ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഉടനെ തന്നെ ഇന്റർവീൻ ചെയ്ത് അതിന്റെ ഈ റിഡക്ഷൻ നടത്തേണ്ട ഒരു സാഹചര്യം. കേസ് ബേസ് എന്താണോ പ്രശ്നങ്ങൾ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ. നമുക്കൊരു കോളർ കൂടി ഉണ്ട്, റോസമ്മ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ. പറയൂ കേൾക്കുന്നുണ്ട്. എന്റെ കൊച്ചിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് അതിന് വയറ്റിൽ നിന്ന് ഒട്ടും അപ്പി പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര വയസ്സുണ്ട് അമ്മയെ കുട്ടിക്ക്? 2.5 വയസ്സ്. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ 2.5 വയസ്സാണല്ലോ കുട്ടിക്ക്. അപ്പൊ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ആഹാരത്തില് ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് പഴങ്ങള്,
പിന്നെ ക്യാരറ്റ്, കക്കരിക്ക, അങ്ങനത്തെ സാലഡ്സ്, പിന്നെ ഇലവർഗ്ഗങ്ങള്, ചീര, പലക്ക്, അല്ലെങ്കിൽ ബീൻസ് എന്ന് പറയുന്നത്, ഇതൊക്കെ ഇതിനകത്തൊക്കെ ഫൈബർ കണ്ടന്റ് അത്യാവശ്യത്തിനുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട്, അതായത് കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ ഇപ്പൊ എല്ലാ മീൽസിനും ശേഷം ഈ 2 ചെറിയ സൈസ് പഴങ്ങളോ അല്ലെങ്കിൽ ഒരു സെർവിങ് ചീരയുടെ സൈഡ് തോരനോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക. അതുപോലെ തന്നെ പുറമേ നിന്നുള്ള പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസ്, ഇപ്പൊ മൈദയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. നമ്മുടെ ബേക്കറി ഐറ്റംസിൽ പലതും, ഇപ്പൊ കേക്ക് ആണെങ്കിൽ എല്ലാത്തിലും മൈദയുടെ കണ്ടന്റ് അത് ഒരുപാട് കൂടുതലുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഫീറ്റിംഗ് ആക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ പറഞ്ഞ ആഹാരങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഇഷ്ടം പോലെ വെള്ളം കുടിപ്പിക്കുക. പിന്നെ ഒരു എല്ലാ ദിവസവും കാലത്ത് എണീറ്റിട്ട് ടോയ്ലറ്റിൽ പോയി ഇങ്ങനെ അപ്പിടുന്ന ഒരു ശീലം, ഒരു ഗുഡ് ഹാബിറ്റ്സ് അങ്ങനെ നേർച്ചർ ചെയ്തെടുക്കുക. ഇതൊക്കെ ചെയ്താൽ മതിയാകും. അതിൽ ശരിയാകേണ്ടതാണ് ഈ ഇതുപോലത്തെ ചെറിയ കോൺസ്റ്റിപ്പേഷൻസ്. ശരി ശരി ഡോക്ടർ. ഡോക്ടർ, ഒരു കോളർ കൂടി ഉണ്ട്, തിരുവല്ലയിൽ നിന്നും ദർശന. ദർശന, ചോദിച്ചോളൂ. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് ആക്ച്വലി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞിന് എപ്പോഴും ഈ ഗ്യാസിന്റെ പ്രോബ്ലം ഒരു വരാറുണ്ട്. ഇങ്ങനെ വയറ് വീർത്ത് പോലെ തോന്നും, പക്ഷെ അത് ഗ്യാസിന്റെ പ്രോബ്ലം. അതെന്തുകൊണ്ടാണ്? കുഞ്ഞിന് ഇപ്പൊ 1.5 months. 1.5 months ആണ്. ഓക്കെ. ഓക്കെ. അപ്പൊ യൂഷ്വലി എന്തോ ഫുഡ് കാരണം പറഞ്ഞു. 1.5 months എന്നല്ലേ പറഞ്ഞേ? യെസ് യെസ് യെസ്. അപ്പൊ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമായിരിക്കും അല്ലെ? ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ, വേറെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ? ഇല്ല, ബ്രസ്റ്റ് ഫീഡിങ്. അപ്പൊ ഈ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുക. പിന്നെ ഈ കുഞ്ഞു നവജാത ശിശുക്കൾക്കും ഈ പിള്ളേർക്കൊക്കെ അവര് പാല് കുടിക്കുന്ന സമയത്ത് എയറോഫേജിയ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവര് പാല് ഇങ്ങനെ സക്ക് ചെയ്ത് കുടിക്കുകയാണല്ലോ. അപ്പൊ ഈ സക്ക് ചെയ്ത് കുടിക്കുന്ന സമയത്ത് പാല് മാത്രമല്ല, കുറച്ച് അവര് എയറും കൂടിയും അവര് വിഴുങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ചെന്ന് ഈ വയറ്റിൽ ചെന്ന് കുറച്ച് ഡിസ്റ്റൻഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് നോർമലാണ്, അതിനെക്കുറിച്ച് പേടിക്കണ്ട. ചെയ്യാവുന്ന പറഞ്ഞാൽ ഫീഡ് ചെയ്തതിന് ശേഷം കൊച്ചിനെ ഇങ്ങനെ എടുത്തിട്ട് തോളത്ത് വയറ് ഒന്ന് പതുക്കെ ഞെങ്ങത്തക്ക രീതിയിൽ ഒന്ന് തട്ടുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടി ബേർപ്പ് ചെയ്യും, ചിലപ്പോൾ കുറച്ച് കക്കും, അതിലൊന്നും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെറിയൊരു ഡിസ്റ്റൻഷൻ, ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന ചെറിയൊരു ഡിസ്റ്റൻഷനും കാര്യങ്ങളൊക്കെ പോകും. ഇത് നമ്മൾ എല്ലാ ഫീഡിങ്ങിന് ശേഷവും നമ്മളൊരു 2 to 3 minutes ഒന്നായിട്ട് ബേർപ്പ് ചെയ്ത് കൊച്ചിന്റെ ആ ഗ്യാസ് ഒക്കെ ഇങ്ങനെ പോയി, കുറച്ച് കക്കുകയാണെങ്കിൽ അതെല്ലാം പോയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഹെഡ് ആൻഡ് എലിവേഷൻ വെച്ച് കൊച്ചിനെ, ഹെഡ് ആൻഡ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളി ഫ്ലാറ്റ് ആക്കാതെ കുറച്ച് ആ തലഭാഗമല്ല, ഈ അപ്പർ ടോർസോ ബോഡിയുടെ ഇത്തിരി ഒന്ന് ഹയർ എൻഡിൽ വെച്ചിട്ട് കിടത്തി ഉറക്കിയാൽ മതിയാകും. വേറെ ഒന്നും പ്രത്യേകിച്ച് അതിന് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ നോർമലാണ്. ശരി ശരി ഡോക്ടർ. കൂടുതൽ സംശയങ്ങളുണ്ട്, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ കീവിൽ ചെറിയൊരു ഇടവേള. ഡോക്ടർ കീവിലേക്ക് വീണ്ടും. ഡോക്ടർ, നേരത്തെ പറഞ്ഞ നമ്മളൊരു വിഷയമായിരുന്നു ഈ ORS ലൈനിയെ കുറിച്ച്. പലപ്പോഴും ആളുകൾക്ക് ഇപ്പോഴും സംശയമുണ്ട്, വീട്ടിൽ തന്നെ ORS ലൈനി ഉണ്ടാക്കാമോ, അതിൽ ഈ പറയുന്ന വേർതിരിവുകൾ ഉണ്ടാവുമോ? ശരിക്കും ORS ലൈനിയുടെ ആവശ്യകത ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് എന്താണ് അതെന്നുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ഗ്ലൂക്കോസ് മാത്രം ഈ പറഞ്ഞ വയറിളക്ക സമയത്ത് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളായിട്ട് വായിച്ചത്. എന്താണ് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള? ഈ ORS എന്ന് പറയുന്നത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം, ORS. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഡയറിയ ഒക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ്, നമ്മുടെ GI സിസ്റ്റം ഈ അബ്സോർപ്ഷൻ നടത്തുന്നത് ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലായിരിക്കും. അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ചുറ്റുനിന്നും വെള്ളം വലിച്ചെടുക്കുകയായിരിക്കും ചിലപ്പോൾ ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐസോട്ടോണിക് ഒരു കോൺസെൻട്രേഷനിലുള്ള ഒരു ഫ്ലൂയിഡ് ആയിരിക്കണം നമ്മൾ കുടിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ലൈനം നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ യൂഷ്വലി ORS എങ്ങനെയാണ് സാധാരണ അതിനകത്ത് സോഡിയം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, ട്രൈസോഡിയം സിട്രേറ്റ് ഡൈഹൈഡ്രേറ്റ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർന്ന് അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്കത് കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് അത് കൃത്യമായിട്ട് അബ്സോർപ്ഷനും വെള്ളത്തിന്റെ അംശമൊക്കെ കുറഞ്ഞ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് അബ്സോർബ് ആയിട്ട് കാര്യങ്ങളൊക്കെ എത്തുള്ളൂ. അതിനാണ് നമ്മൾ ഈ ORS ആയിട്ട് തന്നെ കുടിക്കുന്നത്. സപ്പോസിങ് നമുക്ക് ഈ ORSന്റെ പാക്കറ്റ്സ് ഇതൊക്കെ ഈസിലി അവൈലബിൾ ആണ് കേട്ടോ,
വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ORS സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല തിളപ്പിച്ചാറ്റിയ നല്ല ഹൈജീനിക് ആയിട്ടുള്ള വെള്ളം 1 ലിറ്റർ എടുക്കുക. അതിൻ്റെ അകത്ത് 6 ടീസ്പൂൺ അല്ലെങ്കിൽ 30 ഗ്രാം, ഒരു ടീസ്പൂൺ 5 ഗ്രാം ആണ് കൂട്ടുക. അപ്പോൾ 6 ടീസ്പൂൺ ഷുഗർ അതിൻ്റെ അകത്തേക്ക് ചേർക്കണം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് അത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഈ 1 ലിറ്റർ നമുക്ക് ORS ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അത് ORSന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിപ്പോ ORS തന്നെ വേണമെന്നില്ല, നമ്മുടെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള മറ്റേ ഫ്ലൂയിഡ്സ്, ഇപ്പൊ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കുടിക്കുക, അല്ലെങ്കിൽ കരിക്കും വെള്ളം, ഇതൊക്കെ നമുക്ക് ഈ ഒരു ORS പോലെ, ചില പിള്ളേർക്ക് ORSന്റെ ആ ടേസ്റ്റ് അങ്ങ് പറ്റാത്ത ചില പിള്ളേരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇത് കറക്റ്റ് അളവിൽ എല്ലാ പ്രാവശ്യം ലൂസ് മോഷൻ പോയി വരുന്ന ഒരു 10 kg ഉള്ള ഒരു കൊച്ചാണെങ്കിൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ് ഈ ഇതുപോലത്തെ ഫ്ലൂയിഡ്സ് കൊടുക്കണം. 20 kgs ആണെങ്കിൽ 1 ഗ്ലാസ്, 10 ml per kg എന്ന കണക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതാണ് നമ്മുടെ ഈ ORSന്റെ ഇത്. ഇതിന്റെ അകത്ത് ഗ്ലൂക്കോസിന്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? ഇപ്പൊ സപ്പോസിങ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് മാത്രം കൊടുക്കുന്ന ചില പിള്ളേർക്ക് അതായിരിക്കും ഇഷ്ടം, കാരണം അതാണല്ലോ മധുരം. പക്ഷെ അവിടെ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ, നമ്മുടെ ഗട്ടിലേക്ക് ചെല്ലുന്ന സൊല്യൂഷൻ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആകും. അപ്പോൾ ചുറ്റിൽ നിന്നും വെള്ളത്തെ വലിച്ചെടുക്കും. അപ്പോൾ ഓൾറെഡി ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ശരീരത്തിൽ കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ആക്കും ഇങ്ങനത്തെ സൊല്യൂഷൻസ് കുടിച്ചാൽ. അപ്പൊ അതുകൊണ്ടാണ് അതുപോലത്തെ കുറേയും കൂടി സ്വീറ്റ് ആയിട്ടുള്ള ജ്യൂസുകളോ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഗ്ലൂക്കോസ് വെള്ളമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്ലൂക്കോസ് കൂടുതലുള്ള സൊല്യൂഷൻസ് ഒന്നും കുടിക്കരുതെന്ന് നമ്മൾ പറയുന്നത്. ശരി ഡോക്ടർ, വളരെ വളരെ ആവശ്യമുള്ളൊരു ഇൻഫർമേഷൻ തന്നെയായിരുന്നു അത്. നമുക്കൊരു കോളറുണ്ട്, ഷിഹാബ് കൊല്ലം. ഷിഹാബ് ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കാം. ഓക്കെ, കോള് കട്ടായിട്ടുണ്ട്. ഡോക്ടർ തുടർന്നോളൂ. നമ്മൾ ഇപ്പോൾ ഈ ORS ലൈന് കഴിഞ്ഞ്, ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച കൊടുത്തൊരു കാര്യം പറഞ്ഞത് ഈ വൈറസുകളാണ് കൂടുതലായിട്ട് നമ്മുടെ വയറിളക്കം ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്ടീരിയൽ വയറിളക്കങ്ങളും ഇല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ രണ്ടിനും പ്രത്യേക മരുന്നുകളാണോ? അതെ, തീർച്ചയായിട്ടും. അതായത് രണ്ടും ഏറ്റവും കൂടുതൽ ഒരു 50 to 60% വൈറസസ് തന്നെയാണ് നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് അല്ലെങ്കിൽ വയറിളക്കം സൃഷ്ടിക്കുന്നത്. പക്ഷെ ബാക്ടീരിയാസും ആർ റെസ്പോൺസിബിൾ ഫോർ ഇങ്ങനത്തെ ഡയറിയാസ്. ഫോർ ഇതിപ്പോ ഓർഗാനിസംസും ചില സാഹചര്യങ്ങളിൽ ഡയറിയ ഉണ്ടാക്കാറുണ്ട്. രണ്ടും തമ്മിൽ വേർതിരിച്ച് എങ്ങനെ അറിയാന്നുള്ളത് ക്ലിനിക്കിൽ ഒരുപാട് പ്രാവശ്യം, ഒരു ദിവസം ഒരു 10-20 പ്രാവശ്യം വെള്ളം പോലെ, ചില സമയത്ത് പച്ച കളറൊക്കെ ആയിട്ട് വെള്ളം പോലെ പോകുന്നത് കൂടുതലും വൈറൽ ഡയറിയാസ് ആയിരിക്കും. അതേസമയം ബാക്ടീരിയൽ ഡയറിയാസ് അത്രയും വലിയ കണ്ടന്റ് ഉണ്ടാവില്ല, അത്രയും അമൗണ്ട്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ എപ്പിസോഡ്സും കുറച്ച് കുറവായിരിക്കും. അതിന്റെ അകത്ത് ചിലപ്പോൾ ബ്ലഡ് കാണാം, ചിലപ്പോൾ കുറച്ച് മ്യൂക്കസിന്റെ അളവൊക്കെ കാണാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ബാക്ടീരിയൽ ഡയറിയാസ് ആയിരിക്കും. അതുപോലെ തന്നെ വൈറൽ ഡയറിയയുടെ കൂടെ വൈറൽ ഫീവറിന്റെ ഫീച്ചേഴ്സ് ആയിരിക്കും. വൈറൽ ഫീവേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഫീവർ ഉള്ള സമയത്ത് ആ ആക്ടിവിറ്റി ഒക്കെ കുറഞ്ഞ കളർ, അങ്ങനെ ഫീവർ ഇല്ലാത്ത സമയത്ത് അങ്ങ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഫീവർ ഉള്ള സമയത്ത് ഡോക്ടർ ഒരു ടെക്നിക്കൽ ചെറിയൊരു വിഷയമുണ്ട്, ഡോക്ടറുടെ ചെറിയതായിട്ടൊന്ന് കട്ടാവുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സംശയങ്ങൾക്കുള്ള മറുപടി തന്നതിന്. അടുത്ത ദിവസം, വരുന്നത് ഏതെങ്കിലും ഒരു ദിവസം കൂടുതലായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ആധികാരികമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഡോക്ടർക്ക് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ നല്ലൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം. നമസ്കാരം.